الله الرحمن الرحيم وجاهدوا في الله حق جهاده هو اجتباكم وما جعل عليكم في الدين من حرج ملة أبيكم إبراهيم هو السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ വിഷയത്തിന് പേര് സ്വീകരിച്ചത് ഈ പരിപാടിയുടെ സംഘാടകരാണ്. അതുകൊണ്ട് അതിലുദ്ദേശിക്കപ്പെടുന്ന കാര്യങ്ങളെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ച ചില കാര്യങ്ങൾ ഒരു ഉത്ബോധനം എന്നോണം എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഈ സമയവും സന്ദർഭവും ഉപയോഗിക്കുന്നത്. അള്ളാഹു നമ്മുടെ ഈ ഒത്തുചേരൽ ഒരു സൽക്കർമ്മമായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു വിശ്വാസം നിർവഹിക്കുന്ന ആവേശകരമായ ഭക്തിപൂർവമായ ഒരു യാത്രയാണ് ഹജ്ജിന് വേണ്ടിയുള്ള യാത്ര. ഹജ്ജിന് വേണ്ടി യാത്ര പോകുന്നവരുടെ കൂട്ടത്തിൽ വളരെ വലിയ രോഗങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 10, 30, 40 ദിവസം നീണ്ടു നിൽക്കുന്ന സുദീർഘമായ, തങ്ങൾക്ക് പരിചയമില്ലാത്ത നാട്ടിൽ, പരിചയമില്ലാത്ത കാലാവസ്ഥയിൽ, പരിചയമില്ലാത്ത ഭക്ഷണങ്ങളോടും കാലാവസ്ഥയോടും ഇണങ്ങിയുള്ള ആ യാത്ര യഥാർത്ഥത്തിൽ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു ജീവിതത്തെ പരിചയപ്പെടാൻ പെട്ടെന്ന് സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഓർമ്മയുള്ളത്, ഒരു ഹാജി നമ്മുടെ യാത്രാ സംഘത്തിൽ പുറപ്പെടുമ്പോൾ അയാൾ മാരകമായ 4 രോഗങ്ങൾക്ക് അയാൾ യഥാർത്ഥത്തിൽ വിധേയനാണ്. മാരകമായ രോഗങ്ങളെന്ന് പറഞ്ഞാൽ ആ 4 രോഗങ്ങളും യഥാർത്ഥത്തിൽ അയാളുടെ മരണത്തിന് കാരണമായേക്കാവുന്ന അതിൻ്റെ മൂർധന്യതയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏതു രാത്രിയും, ഏതു പകലും, ഏതു പ്രഭാതത്തിലും മരണത്തെ കണ്ടുമുട്ടാവുന്ന അത്രയും പ്രയാസകരമായ ഒരു സാഹചര്യമാണ് അയാൾക്ക് ജീവിതത്തിലുള്ളത്. പക്ഷേ പലപ്പോഴും ചെറിയ രോഗങ്ങൾ തടസ്സങ്ങളായി പറയുന്നവരാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും. എന്നാൽ ഹാജിമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആവേശമാണ് അവർക്ക്. രോഗങ്ങൾക്ക് തളർത്താൻ പറ്റാത്ത, കാലാവസ്ഥകൾക്ക് പരാജയപ്പെടുത്താൻ പറ്റാത്ത ആവേശം. അവർക്ക് ഭക്ഷണം പ്രശ്നമല്ല, ഉറക്കം പ്രശ്നമല്ല, ജീവിതത്തിലെ മറ്റേതു സൗകര്യങ്ങളോടും അവർ ഇണങ്ങും. ലോക ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു കട്ടിലില്ലാതെ ഉറങ്ങാത്ത, ഒരു വിരിപ്പില്ലാതെ ഉറങ്ങാൻ കഴിയാത്തവർ മുസ്ദലിഫയുടെ തണുത്തു വറച്ചു കിടക്കുന്ന ആ കാലാവസ്ഥയിൽ, മരുഭൂമിയിൽ പ്രഭാതത്തിൽ ഉറങ്ങുന്നത് കണ്ടാൽ ജീവിതത്തിൽ അന്നല്ലാതെ അങ്ങനെ ഒരു ഉറക്കം അവർ ഉറങ്ങിയിട്ടുണ്ടാവില്ല.
ഞാൻ പറഞ്ഞു വരുന്നത് അവർക്കൊരു ലക്ഷ്യമുണ്ട്. ഒരു കൃത്യമായ ലക്ഷ്യമുള്ളത് കൊണ്ട് ആ യാത്രയിലെ യാതൊരു അസൗകര്യങ്ങളും അവർക്ക് പ്രശ്നമല്ല. നിങ്ങൾ അവരെ യാത്ര അയക്കുമ്പോൾ എയർപോർട്ടിൽ വന്നു നോക്കുന്നത് വെറുതെ ഒരാളെ കാണിക്കാനല്ല, എനിക്ക് അവിടെ ഒന്ന് പോകണം, ഇത് കഴിഞ്ഞാൽ സർവ്വ പാപങ്ങളും പൊറുക്കപ്പെട്ടായിരിക്കും എൻ്റെ യാത്ര അയക്കുന്ന ആളുകളെ ഞാൻ തിരിച്ച് കണ്ടുമുട്ടുക എന്നുള്ള തീർത്തും ലക്ഷ്യബോധമുള്ള ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ ജംറയുടെ തിരക്കിലേക്ക് അയാൾ യാതൊരു ബന്ധുവിന്റെയും കൈപിടിക്കാതെ കയറിപ്പോകുന്നത് കണ്ടാൽ അയാളെ കൂടെ നിൽക്കുന്നവർ പേടിച്ചു പോകും. ആ ഏറ്റവും ഭയാനകമായ തിരക്കനുഭവപ്പെടുന്ന ദിവസം തവാഫും സഅയും ചെയ്യാൻ എത്ര താല്പര്യത്തോടെയാണ് ഇറങ്ങി പുറപ്പെടുക. അപ്പോൾ ഈ 40 ദിവസം അവർക്ക് ജീവിതത്തിൽ യാതൊരു കാര്യങ്ങളും അവർക്ക് തടസ്സമാകാതിരിക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ, മറ്റു ജീവിത പ്രശ്നങ്ങളൊന്നും തടസ്സമല്ല. കാരണം കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. സഹോദരങ്ങളെ, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മളൊക്കെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. വളരെ കുറഞ്ഞ സമയം ഞാൻ ഈ ക്യാമ്പിന്റെ ഭാഗമായി ഓരോരുത്തരെ പരിചയപ്പെടുമ്പോൾ പരിചയപ്പെടൽ പൂർത്തിയാകും മുമ്പ് അവരിന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദനകൾ അവരുടെ വാക്കുകളിലൂടെ നമുക്ക് വായിക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഈ വേദനകളെയും പ്രതിസന്ധികളെയും ഒന്നും പ്രശ്നമാക്കാതെ ഒരു ഹാജി വീട്ടിൽ നിന്നിറങ്ങി തിരിച്ചു വരുന്നത് പോലെ രോഗങ്ങളെയും പ്രതികൂലാവസ്ഥകളെയും ഒന്നും പരിഗണിക്കാതെ ഒരൊറ്റ ലക്ഷ്യം മുന്നിൽ കണ്ട് ആവേശത്തോടെ കുതിക്കാൻ ഒരു ലക്ഷ്യബോധമാണ് നമുക്ക് ആവശ്യം. ഈ ലക്ഷ്യബോധം ഇല്ലാത്തത് കൊണ്ട് എന്താന്ന് വിചാരിച്ചാൽ, ഞങ്ങളുടെ നാട്ടിലൊക്കെ നാടൻ ഉദാഹരണം പറഞ്ഞ പോലെ ആടുകളെ മേയാൻ വിട്ടതുപോലെയാണ്. നല്ല രുചികരമായി ആടിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടിയിൽ നിന്നും ഒരു ഇല മാത്രം കടിച്ച് അത് വീണ്ടും അടുത്ത ചെടിയിലേക്ക് ഓടും. അവിടെയും അല്പസമയം മാത്രം തങ്ങി അടുത്ത സസ്യത്തെയാണ് അത് അന്വേഷിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിന്റെ വിശപ്പ് മാറാൻ മാത്രമുള്ളത് ഒന്നാമത് കടിച്ച ഇലയിൽ തന്നെയുണ്ട്, ചെടിയിൽ തന്നെയുണ്ട്, തൊട്ടടുത്തയിലേക്കാണ് പോകണം. ഇങ്ങനെ ജീവിതത്തിൽ എവിടെയും ഒതുങ്ങാത്ത, ഒരിക്കലും മതിവരാത്ത, ആർത്തിയടങ്ങാത്ത ഒരു ഓട്ടം നമ്മൾ ഓടുക. ആ ഓട്ടത്തിന്റെ കിതപ്പ് യഥാർത്ഥത്തിൽ നമ്മളുടെ മുഖത്തെല്ലാം പ്രകടമാകുന്നു. നമുക്കൊരല്പം സാവകാശം നമ്മുടെ കുട്ടികളോടും ഇണകളോടും ഒപ്പം ഒന്ന് മനസ്സിനെ ഒന്ന് പതുക്കെയാക്കി സന്തോഷത്തോടെയും സമാധാനത്തോടെയും പോകാൻ എന്തു ചെയ്യും എന്നത് സംസാരിക്കുന്ന എന്റെ മാത്രം പ്രശ്നമല്ല, ഈ കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നമാണ്. അംഗവൈകല്യങ്ങൾ സംഭവിച്ച കുട്ടികളുണ്ട് നമ്മുടെ വീട്ടിൽ. ഒരു പക്ഷേ പണ്ടെന്നോ അറിവില്ലാത്ത കാലത്ത് എടുത്ത ലോൺ വീട്ടാനാവാത്ത കിതപ്പുകളുടെ നമ്മുടെ ജീവിതത്തിൽ. എല്ലാ പ്രശ്നങ്ങളും ഉള്ളതോടൊപ്പം തന്നെ എവിടെയൊക്കെയോ ഓടിപ്പിടിച്ച് എവിടെയും എത്താതെ എവിടെയെങ്കിലും കൊട്ടിപ്പിടഞ്ഞ് അവസാനം മരിച്ചു പോകുന്ന ഒരു ജീവിതം കൊണ്ട് എന്താണ് പ്രയോജനം? അതുകൊണ്ട് ഒന്ന് ബ്രേക്ക് ചെയ്ത് തൽക്കാലം ഒന്ന് ആലോചിച്ച് ചിന്തിച്ച് നമ്മുടെ കുടുംബത്തെയും കുട്ടികളെയും അനുഭവിച്ച് നമ്മുടെ കുട്ടികളുടെ ഓട്ടവും കളിയും കണ്ട് ഒന്ന് മനസ്സ് കുളിർത്ത് നമ്മുടെ ഇണയോടൊപ്പം മാതാപിതാക്കളോടൊപ്പം ഒരു സ്നേഹം അനുഭവിച്ച് ഒന്ന് ശാന്തമായി ഈ മതത്തെ ഉൾക്കൊണ്ടും പഠിച്ചും എങ്ങനെ നമുക്ക് ജീവിക്കാനാണ്. ഇതിന് ചില ആശയങ്ങളെയും ചില ചിന്തകളുടെയും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കണം. അങ്ങനെയെങ്കിൽ ഇനി മാറുകില്ലെന്ന് പ്രതീക്ഷിക്കുന്ന എന്ത് രോഗം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് ശാന്തമായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. ഏറ്റവും ഒന്നാമത്തെ നമ്മുടെ അറിവിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സഹോദരങ്ങളെ, പ്രതിസന്ധികൾ എല്ലാവർക്കും ഉണ്ട്. ഒരു പക്ഷേ പ്രതിസന്ധികളിൽ നാം ഒറ്റക്കാകുമ്പോൾ ആ പ്രതിസന്ധികൾക്ക് വേദന അധികരിക്കും, വിഷമം കൂടും. കാരണം ആരും സഹായിക്കാനില്ലോ, ബന്ധുക്കളിലോ കുടുംബങ്ങളിലോ എന്ന് ആലോചിക്കുമ്പോൾ പ്രതിസന്ധി കൂടും. ഒറ്റയ്ക്കുണ്ടാകുന്ന പ്രതിസന്ധിയുടെ ഭയാനകതയിലേക്ക് വെളിച്ചം വീശാൻ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഒരു സഹോദരി ഒരു മാരകമായ ഹൃദയ ഓപ്പറേഷന് വേണ്ടി, ഒരു വാൽവിന്റെ ഓപ്പറേഷന് വേണ്ടി വിധേയമായ ശേഷം അവർ പെട്ടെന്ന് ഗർഭിണിയായി, പ്രഗ്നന്റായി. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതൊരല്പം അപകടകരമായ സമയമാണ്. ഇപ്പോൾ നിങ്ങൾ ഗർഭം ധരിക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഒന്നുകിൽ കുട്ടി ജീവിക്കും, അല്ലെങ്കിൽ നിങ്ങൾ മരിക്കും. നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ കുട്ടി മരിക്കും. എന്തു ചെയ്യണമെന്നാണ് ഒരു തീരുമാനം പറയണമെന്നാണ്. ആലോചിച്ച് നോക്കൂ, നിങ്ങളൊരു തീരുമാനം ഇപ്പോൾ അവർ പറയണം. അവർക്ക് കൂടെ ഭർത്താവുണ്ട്, പക്ഷേ ഭർത്താവിന് തീരുമാനത്തിൽ സഹായിക്കാൻ പറ്റും. നീ മരിച്ചോ, കുട്ടി ജീവിച്ചോട്ടെ എന്ന് പറയാൻ പറ്റൂ. കുട്ടി മരിച്ചു കൊള്ളട്ടെ, നീ ജീവിക്കണം എന്ന് പറയാൻ പറ്റൂ. അവരൊറ്റയ്ക്ക് തീരുമാനമെടുക്കണം. അപ്പോൾ ഡോക്ടർ വീണ്ടും പറഞ്ഞു, അത് ഖദീജ മാത്രം എടുക്കേണ്ട ഒരു തീരുമാനമാണ്, ആർക്കും അതിലൊരു പങ്കും വഹിക്കാൻ പറ്റൂല. അവർ അല്പസമയം ആലോചിച്ച് കിടന്നിട്ട് പറഞ്ഞു, അവരാലോചിക്കുമ്പോഴും ആ കുട്ടിയുടെ മിടിപ്പുകൾ, ചലനങ്ങൾ അവർ സ്വയം തന്റെ ഉദരത്തിൽ അനുഭവിക്കുന്നുണ്ട്.